മയം 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 ചെയ്യുമായി കണ്ണൻ മയം 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 ചെയ്യുമായി കണ്ണൻ മയം 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 ചെയ്യുമായി കണ്ണൻ അടിപൊളിയാ ജഗജില്ലിയാ ഏത് നേരത്തും പറക്കും കണ്ണൻ അടിപൊളിയാ ജഗജില്ലിയാ ഏത് നേരത്തും പറക്കും കണ്ണൻ സാഹോദര്യം സൂക്ഷിക്കുന്ന കൂട്ടുകാരൻ ഈ കണ്ണൻ ഐസ്ക്രീം കണ്ണന് ജീവന കാണുമ്പോൾ സന്തോഷം തങ്കക്കുട്ടിയാ മയക്കണ്ണൻ ചെല്ലക്കുട്ടിയാ മയക്കണ്ണൻ കൂട്ടുകാർ നാളെ നമ്മൾ എല്ലാരും സന്തോഷമായി പിക്നിക്ക് പോകുന്നു. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നിങ്ങൾ ആരും നാളെ ഊണ് കൊണ്ടുവരണ്ട. നമ്മൾ എല്ലാവരും അവിടെ തന്നെ പാചകം ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുന്നു. നാളെ ഞങ്ങളൊക്കെ പിക്നിക്കിന് പോവാമേ. അതെയോ? മിസ് നിങ്ങളുടെ കൂടെ വരുന്നില്ലേ? വരുന്നുണ്ടമ്മേ. നിനക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ? വിഷമിക്കണ്ട അമ്മേ, ഞങ്ങൾ അവിടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒന്നും എടുത്തോണ്ട് വരണ്ടെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്നെയും കൊണ്ടുപോവാടാ. മതി അമ്മേ, എത്രയാ എനിക്ക് തിന്നാൻ തരുന്നത്? ഫ്രണ്ട്സ് ഒക്കെ വരുന്നില്ലേ? തികയാതെ പോയാലോ മേരി? ബ്രാൻഡോ, നിങ്ങളെ തന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞില്ലേ? എന്റെ അടുത്ത് പാചകവിധി പുസ്തകങ്ങൾ നിറയെ ഉണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്ത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം അമ്മേ. റെഡിമെയ്ഡ് റെസിപ്പിയാ വെച്ചിരിക്കുന്നത്. നീ അത് ചൂടാക്കി കഴിച്ചാ മതി. ജെറി, കുറച്ച് പേപ്പറും വിറകും ഒക്കെ നീ കൂടെ കൊണ്ടുപോയിക്കോ. ഒരു വലിയ കലവും കൂടി എടുത്തോ. അവിടെ ചെന്ന് തീ ഉണ്ടാക്കി ചോറ് വാർത്ത് കഴിച്ചോ. 2-3 പച്ചക്കറികളും എടുക്കാൻ മറക്കരുതേ. മുത്തശ്ശിക്ക് എല്ലാം അറിയാലോ മുത്തശ്ശി. പിക്നിക്ക് ചൂട് പിടിക്കുന്നുണ്ടല്ലേ? ദേ നോക്കൂ കുട്ടികളെ, നമ്മൾ പിക്നിക്കിനാണ് വന്നിരിക്കുന്നത്. എല്ലാരും സൂക്ഷിച്ചിരിക്കണം. അത് മാത്രമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാരും അവരവരുടെ ഭക്ഷണം തയ്യാറാക്കിക്കോണം. ശരി, പാചകം തുടങ്ങിക്കോളൂ. ആദ്യം ആരാ ചെയ്തു തീർക്കുന്നത് നോക്കട്ടെ. വല്ലാത്ത ക്ഷീണം. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ പോവാ. ഉറങ്ങാനൊന്നും പറ്റില്ല. ജെറി, നീ എല്ലാം പഠിച്ചിട്ടല്ലേടാ വന്നേ? മുത്തശ്ശി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വാ, നമുക്ക് പാചകം തുടങ്ങാം. അത്രേ ഉള്ളൂ. പച്ചക്കറികളൊന്നും ഞാൻ കൊണ്ടുവന്നില്ല. അരി മാത്രമേ കൊണ്ടുവന്നുള്ളൂ. മറ്റുള്ളവര് കൊണ്ടുവന്നിട്ടില്ലേ? അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പാചകം ചെയ്യാൻ വിറകും ചീനച്ചട്ടി എല്ലാമായിട്ടാണല്ലോ ജെറി വന്നിരിക്കുന്നത്. ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ. കൊള്ളാം ജെറി. ഇതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലേ? ഇങ്ങനെയാണോ നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്? എന്റെ മുത്തശ്ശി ഇതാ പറഞ്ഞെന്ന്. ജെറിയും ഞാനും കൂടെ പാചകം ചെയ്യാം. ലീനയും മേരി അരി കഴുകി തരട്ടെ. എനിക്ക് അതൊക്കെ എങ്ങനെയാ ചെയ്യണ്ടെന്ന് അറിയില്ല. എനിക്കറിയാം മേരി. നമുക്ക് തീ ഉണ്ടാക്കി വെള്ളം തിളപ്പിക്കാം. വളരെ സൂക്ഷിച്ചു ചെയ്യണം. തീ അപകടം പിടിച്ചതാ. ഞാനിതിൽ അരിയിടട്ടെ. നീ റെഡിമെയ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ഏതായാലും സൗകര്യമായി. നമ്മളായിരിക്കും ആദ്യം ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നു. അതിലെന്താ സംശയം? നല്ല മണം വരുന്നുണ്ട്. ഇതുപോലത്തെ മണമൊന്നും എന്റെ അമ്മ പാചകം ചെയ്തപ്പോ വന്നില്ലല്ലോ. ഇതെന്താ ചൂടാകാത്തത്? എന്ത് പറ്റി? വിറക് തീരാറായി. ബ്രാൻഡോ, നീ കൊണ്ടുവന്നിട്ടുണ്ടോ?
കൊണ്ടുവരാൻ മറന്നു. ഹായ് ഗൈസ്, എല്ലാരും എന്തെടുക്കാ? പാചകം ഒക്കെ ചെയ്തു കഴിഞ്ഞോ? എങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. എന്റെ അടുത്ത് വിറകുണ്ടെങ്കിൽ കുറച്ച് തരൂ. അയ്യോ ലീനെ, ഞങ്ങളുടെ അടുത്തും തീർന്നു പോയല്ലോ. അവര് തോറ്റു പോകും കേട്ടോ. മിസ്, ഞങ്ങളുടെ പാചകം കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിശയം തോന്നുന്നു. അതിനുള്ളിൽ പാചകം കഴിഞ്ഞോ? ഒന്ന് തന്നേ നോക്കട്ടെ. പൂച്ചയൊക്കെ എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നത്? വേഗം പാചകം ചെയ്യാൻ നോക്ക്. ഞാൻ പോയി വിറകെടുത്തോണ്ട് വരാം. നീ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ചെറി. ഇതും എനിക്ക് മുത്തശ്ശിയാ പറഞ്ഞു തന്നത്. ഇപ്പോഴെങ്ങനെയുണ്ട്? ചോറിന്റെ ഇത്ര സമയം എടുക്കുന്ന? ഞാൻ ഒരുപാട് അരിയിട്ടെന്ന് തോന്നുന്നു. കരിഞ്ഞ മണം വരുന്നു. എനിക്കിത് വേണ്ട. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീക്ക്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിന് നല്ല രുചി. ഇത്ര സ്വാദുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. പൂച്ചേ വാ കഴിക്ക്. എല്ലാരും പാചകം ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നല്ലോ. ഞങ്ങളുടെ ചോറിന് നല്ല രുചിയാ. നിങ്ങൾക്ക് വേണോ? കഴിച്ചു നോക്കട്ടെ. എന്തൊരു ഭക്ഷണ കൊതിനാ നീ. പക്ഷേ ഇത് നമുക്ക് ആർക്കും തികയില്ലല്ലോ. എന്താ പ്രശ്നം ഇവർക്കുള്ളിൽ? അക്കത്തിക്കുത്താന വരുമ്പത്ത് മായക്കണ്ണന്റെ കണ്ണുകൊണ്ടൊരു മായാജാലം. ചട്ടി നിറച്ചുണ്ട്. നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അഡ്ജസ്റ്റ് ചെയ്തോളൂ. പൂച്ച ഉണ്ടാക്കിയാൽ അങ്ങനെ ഉണ്ടാവൂ. പൂച്ചയായി മാറ്. വേഗം എഴുന്നേൽക്ക് ലീനെ. എത്ര പ്രാവശ്യം നിന്നെ വിളിക്കുക? മണി 8 വേഗം എഴുന്നേക്ക്. എന്ത് 8 മണിയായോ? ഞാൻ ഇന്ന് സ്കൂളിൽ ചെല്ലുമ്പോ ലേറ്റ് ആവും. അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ പ്ലീസ്. ഒന്നുമില്ല മോളെ, ഇത് വെറും ഒരു പുഴുക്കടിയാണ്. അമ്മേ, അത് വല്ലാതെ ചൊറിയുന്നുണ്ട്. വെയില് കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും മോളെ. എനിക്കും പുഴുക്കടി ഉണ്ടായിട്ടുണ്ട്. ഓയിന്റ്മെന്റ് തേച്ചാ ശരിയാവും. മോൾ ഓയിന്റ്മെന്റ് ഇട്ടോ. സ്കൂളിൽ പോവാൻ സമയമായി. ഞാൻ പോവാണമ്മേ. പാല് കുടിക്കാതെ പോവാണോ മോളെ? സമയമായി. വൈകുന്നേരം വന്ന് കുടിച്ചോളാം. നമുക്കെല്ലാം സ്കൂളിൽ കഴിഞ്ഞ ഉടനെ. അയ്യോ ലീനെ, നിന്റെ മുഖത്തിന് എന്ത് പറ്റി? മേരി, ഇതാരോടും പറയരുത്. പ്രാണി കടിച്ചതാ. എല്ലാരും ലീനയുടെ മുഖം കണ്ടോ? അവളുടെ മുഖം കണ്ട രാക്ഷസിയെ പോലെയുണ്ട്. ഗുഡ് മോർണിംഗ് കുട്ടികളെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇത് വലുതാവുന്നുണ്ടല്ലോ. ഞാൻ ഇപ്പോഴെന്താ ചെയ്യാ? നീ മാത്രം എന്ത് ചെയ്തോണ്ടിരിക്കുക? എഴുന്നേൽക്കലീനെ. എന്തിനെങ്ങനെ കണ്ണാടി നോക്കിയിരിക്കുന്നത്? നിന്റെ മുഖത്ത് എന്താ പറ്റിയത്? എന്നെ ഏതോ ഒരു പ്രാണി കടിച്ചതാ മിസ്. ഞാൻ നാളെ
എന്താ പോയില്ലെന്ന് പറഞ്ഞത്? എന്റെ മുഖം കണ്ട് എല്ലാരും കളിയാക്കുന്നു. അതൊരു സാധാരണ പുഴുക്കടിയല്ലേ, അതിനെന്തിനാ മോള് പോയില്ലെന്ന് പറഞ്ഞേ? എന്റെ മുഖം നോക്കാൻ എനിക്ക് തന്നെ അസഹ്യമായിട്ടുണ്ട്. മറ്റുള്ളവർ പറയുന്ന കേൾക്കാതെ നീ സ്കൂളിൽ പോവാൻ നോക്ക്. മായക്കണ്ണ, നിനക്കെന്നെ സഹായിക്കാൻ പറ്റൂ? ലോകത്തുള്ള എല്ലാ പ്രാണികളെയും ഞാൻ കൊന്നേക്കാം. അതിനെയൊക്കെ കൊന്നാലും എന്റെ മുഖത്തെ ഈ വൃത്തികേട് മാറില്ലല്ലോ. എന്റെ മുഖത്തെ കുരുക്കള് പോവാൻ നീ വേണം സഹായിക്കാൻ. അതെന്നെ കൊണ്ട് പറ്റില്ല, നീ എന്നോട് ക്ഷമിക്ക്. അപ്പൊ സ്കൂളിൽ എല്ലാരും എന്നെ കളിയാക്കുന്നത് കണ്ട് വായി നോക്കി നിക്കാൻ പോവാണോ നീ? എന്നെ ഓർത്ത് ആർക്കും ഒരു വിഷമവും ഇല്ലല്ലോ. അയ്യോ, നിന്റെ മുഖത്ത് പ്രാണി കടിച്ചത് ഇനിയും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി അത് പോവാൻ പോകുന്നില്ല. എന്നെ വെറുതെ കളിയാക്കരുതേ. കളിയാക്കിയാ നീ എന്ത് ചെയ്യല്ലേ? നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ കടിക്കും. അവള് നിന്നെ കടിച്ചില്ലെങ്കിലും നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ കടിക്കും. എന്റെ അടുത്ത് ഇതിനുള്ള മരുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കട്ടെ. അത് നല്ല മരുന്നാണോ ബ്രാൻഡോ? പേജ് നമ്പർ 187 മൂന്നാമത്തെ ലൈനിൽ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പ്രാണി കടിച്ച സ്ഥലത്ത് ഇത് കട്ട് ചെയ്തിട്ടാൽ അത് വേഗം മാഞ്ഞു പോയിക്കോളും. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കിയാ മതി. ലീന, നീ എന്താ ഈ ചെയ്യുന്നത്? ബ്രാൻഡോ ഈ ചെടി വളർത്താൻ പറഞ്ഞത്. ചെടി എന്നോട് ക്ഷമിക്കണേ. എന്റെ മുഖത്തെ കുരുക്കള് പോവാൻ നിന്നെ ഒരല്പം വെട്ടിയിട്ടോട്ടെ. ലീന, നിന്നെ ഇപ്പൊ കാണാൻ പ്രേതത്തെ പോലെയുണ്ട്. എന്റെ മുഖത്തെ കുരുക്കള് പോവണ്ടേ? മരുന്ന് ശരിക്ക് ഫലിച്ചല്ലോ. നീ തന്ന മരുന്ന് കൊള്ളാം ബ്രാൻഡോ. ഇന്നലെ രാത്രി ഒരു അല്പം കട്ട് ചെയ്ത് തേച്ചതേ ഉള്ളൂ, അതിനുള്ളിൽ കുറഞ്ഞു. ആ ചെടി നീ സൂക്ഷിച്ചു വളർത്തണം. നിനക്ക് ബ്രാൻഡോ ഞാൻ നന്ദി പറയണ്ടേ? ഇവളുടെ മുഖം കാണാൻ ഭംഗിയുണ്ടല്ലോ. അതൊരിക്കലും പോവില്ലെന്നാണല്ലോ ഞാൻ കരുതിയത്. ആ പ്രാണിയോട് നിങ്ങളെയും കടിക്കാൻ പറയാം. അയ്യോ, ഞാൻ ഓടിപ്പോവാ. ചെടി, നിനക്ക് സുഖാണോ? ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയോ? ദാഹിക്കുന്നുണ്ടാവല്ലേ? വെള്ളം തരാം. ഞാൻ കട്ട് ചെയ്ത ഇല അതിനുള്ളിൽ വളർന്നല്ലോ. ഇനിയും കുറച്ച് കഴിയുമ്പോൾ നീ വലിയ മരമാവുമല്ലോ. പാവം, അതിനെ കട്ട് ചെയ്തപ്പോ അതിന് വേദനിച്ചിട്ടുണ്ടാവും. ജനലിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ചെടിയാരും മോഷ്ടിക്കില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിന്റെ ടേബിളിൽ എടുത്ത് വെച്ചോ, അപ്പോഴാരും മോഷ്ടിക്കില്ലല്ലോ. ഭദ്രമായിരിക്കും. നല്ല കാര്യം തന്നെ. അയ്യോ, ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചില്ല. ഈ വെള്ളം മതിയാവൂല്ലേ? നന്നായി ഉറങ്ങ്. ഗുഡ് നൈറ്റ്. എന്താ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ ചെടി നശിച്ചു പോയില്ലേ? അതല്പം കാഠിന്യമുള്ള ചെടിയായിരുന്നു, അതിനെയും നീ കൊന്നെങ്കിൽ എന്താ പറയാൻ? ഞാൻ അതിന് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. എന്ത് കാര്യം നീ ചെയ്തത്? ആ ചെടിക്ക് വെള്ളം ഒഴിക്കരുത്, വെയിലിൽ വളരുന്ന ചെടിയാ അത്. ഒരു ഗവേഷണ യാത്ര. നമുക്കിത് രഹസ്യമായി സൂക്ഷിക്കാം. വിഷമിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ കൊച്ചു കൊച്ചു എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ?
ശരി, അങ്ങനെ തന്നെ ചെയ്യാം. മിസ് ഇതിലെ വരുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം മിസ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. അവനൊരു പേടിത്തൊണ്ടനാണല്ലോ. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പിന്തുടർന്ന് വരുന്നത് ജെറി? ഇന്ന് എല്ലാവരുടെയും പ്രവൃത്തിയിൽ ഒരു അല്പം വ്യത്യാസം ഉണ്ടല്ലോ. അതെന്താന്നറിയാനാ ഞാൻ വന്നത്. അതൊരു രഹസ്യം, എന്താന്ന് പറയാൻ പറ്റില്ല. നിന്നോടത് പറഞ്ഞാൽ നീ ലോകം മുഴുവൻ പറയില്ലേ? ഞാൻ സത്യം പറയാ ലീന, ഞാൻ ആരോടും പറയില്ല. ഞങ്ങൾ എല്ലാരും കൂടി പുതിയൊരു കാര്യം കണ്ടുപിടിക്കാൻ പോവാ. എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? ശരി, എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് തീരുമാനിച്ചോ? എന്റെ അറിവിൽ ഇതുവരെ എല്ലാ സയന്റിസ്റ്റുകളാ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് പുതിയതായി ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പോകുന്ന സ്ഥലത്ത് പുതിയതായി എന്തെങ്കിലും കണ്ടുപിടിക്കണം. നല്ല കണ്ടുപിടുത്തമായിരിക്കും. ഇനി വരുന്ന സയൻസ് പുസ്തകത്തില് ഈ കണ്ടുപിടുത്തത്തിന്റെ കാരണക്കാര് മേരി, റീന, ജെറി, ബ്രാൻഡോ എന്ന് നമ്മുടെ പേര് വരും. അങ്ങനെ വന്നാൽ എന്റെ ഗവേഷണ യാത്രയിലെ ആദ്യത്തെ ചവറ്റുപടിയായിരിക്കും അത്. തണുപ്പുള്ള പ്രദേശത്ത് ചെന്ന് പെൻഗ്വിനെ കുറിച്ച് ഗവേഷണം ചെയ്താലോ? ശരി, എനിക്കും ഒന്ന് കൊണ്ടുവന്ന് തരണേ. ഞാനത് നല്ലോണം വളർത്തിക്കോളാം. പെൻഗ്വിൻ തണുപ്പുള്ള പ്രദേശത്തെ വളരൂ, ഇവിടെ ഭയങ്കര ചൂടല്ലേ. ഞാൻ കൊണ്ടുപോയി എന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചോളാം. പോടാ. നമ്മുടെ വിജയം കണ്ട് സൂസി അസൂയപ്പെടണം മേരി. അവരാരും നമ്മളെ കളിയാക്കില്ലല്ലോ അല്ലേ? ഞാനും നിങ്ങളുടെ ടീമിൽ ചേർന്നോട്ടെ. ചെറിയ എന്തിനാ ഞങ്ങളുടെ ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ വന്നാൽ നല്ല രസമായിരിക്കും തോന്നി, അത്രേ ഉള്ളൂ. ഓക്കേ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നൊരു ചെറിയ ടീം ഉണ്ടാക്കാം അല്ലേ? എന്തിനാ ചെറിയ ടീം? വലിയ ടീം തന്നെ ആയിക്കോട്ടെ. ആകെ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് തീരുമാനിക്കണ്ടേ. ഹിമാലയത്തിലേക്ക് പോയാലോ? അത്രയും ദൂരം അത് ടിബറ്റിലാണ്. അവിടെ പോകാൻ ധാരാളം ചെലവാകും. നമുക്ക് ഇവിടെ അടുത്ത് എവിടെങ്കിലും പോയിട്ട് വരാം. എന്താ പറയുന്നത്? നമ്മുടെ നഗരത്തിനപ്പുറത്ത് ഒരു വലിയ മലയില്ലേ, അവിടെ പോയാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ, അവിടെ പോയാൽ നല്ല രസമായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. വാവ്, ഇത് നല്ല ഐഡിയ ആണല്ലോ. നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. അച്ഛനും അമ്മയും അറിയരുതേ. മായക്കണ്ണം പോലെ അറിയണ്ട. നമുക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വരാം. അച്ഛാ, ഞാൻ വലിയ സയന്റിസ്റ്റ് ആയാൽ അത് നിങ്ങൾക്ക് സന്തോഷമല്ലേ? പാചകം എന്ന് നന്നായിരിക്കുന്നു. കുറച്ചും കൂടെ വിളമ്പി തരട്ടെ? ഞാൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾ കഴിക്കുകയല്ലേ? ഞാൻ സയന്റിസ്റ്റ് ആവാൻ പോവാ. അതിനുവേണ്ടി രാത്രി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് ഞാൻ പഠിക്കാൻ പോവാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനത് എവിടെ വെച്ചു? നീ എന്താ നോക്കുന്നെന്ന് പറലീനെ. എന്റെ ടെലിസ്കോപ്പ്. ഇപ്പോഴെന്തിനാ അത് തേടുന്നത്? അതുണ്ടെങ്കിൽ ദൂരെ ഉള്ളതൊക്കെ അടുത്ത് കാണാൻ പറ്റുമല്ലോ. അതൊക്കെ എനിക്കും അറിയാം. ഇപ്പോഴെന്തിനാ നീ അത് നോക്കുന്നത്? വെറുതെ. ഉറക്കം വരുന്നു. നീ എന്റെ അടുത്ത് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ലീനെ? നിനക്ക് വേറെ ജോലിയില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങാൻ പോവാ. എന്തോ രഹസ്യം ഇവള് മറയ്ക്കുന്നുണ്ട്. ഇരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. സോറി, ഞാൻ കാരണം ലേറ്റ് ആയോ? സാരമില്ല, നീ പുതിയ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നു. അതെ, നമ്മളെല്ലാരും ഒറ്റയ്ക്ക് ആദ്യമായിട്ടല്ലേ പുറത്തു വരുന്നത്. അതുകൊണ്ടാ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നത്. നിന്നെക്കാളും രാജകുമാരൻ വരുന്നില്ലല്ലോ. മേരി, നീ പേടിക്കണ്ട. ഞാനും ചെറിയും നിന്നെ സഹായിക്കാം. ആ മരത്തിൽ പിടിച്ച് മേലോട്ട് കയറി വാ. വേണ്ട, എനിക്ക് പറ്റില്ല. അതിന് ഒരുപാട് ഉയരമുണ്ട്. എന്റെ പുതിയ സ്കേർട്ട് കീറി പോകും. അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ പോയിക്കോ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഒരു കാര്യം മറക്കണ്ട, ഈ കാട്ടിൽ നിറയെ പ്രേതങ്ങളുണ്ട്. നമ്മൾ അടുത്തെത്തി മേരി. പറയുന്ന കേക്ക്. നീ ഒന്ന് ശ്രമിക്ക്. ബ്രാൻഡോ മേരിയെ സഹായിക്ക്. ഞാൻ വീട്ടിൽ പോകാൻ പോവാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒട്ടും ധൈര്യമില്ലല്ലോ. ശരി, ഞാനും ലീനയും പോയിക്കോളാം. നിങ്ങൾ വീട്ടിൽ പോക്കോ. ഞങ്ങളെ രണ്ടുപേരും എന്ത് ചെയ്യും? അയ്യോ, ഞങ്ങളെ വിട്ടിട്ട് പോകരുതേ. എങ്കിൽ നിങ്ങൾ ആ മരത്തിൽ പിടിച്ച് മുകളിലോട്ട് കയറി വാ. അയ്യോ, അയ്യോ, മേരി, അവളെ പിടിച്ചോ, അല്ലെങ്കിൽ അവള് താഴെ വീഴും. മായക്കണ്ണനുണ്ടായിരുന്നെങ്കിൽ നന്നായിന്. അക്കുത്തിക്ക് താഴെ വരുമ്പോൾ മായക്കണ്ണന്റെ കണ്ണിൽ കണ്ണുകൊണ്ടൊരു മായാജാലം.